ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കേസിൽ കന്യാസ്ത്രീ സമരത്തെ പിന്തുണച്ചതിന് അച്ചടക്ക നടപടി നേരിടുന്ന സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ വിശദീകരണം നൽകാൻ മദർ ജനറലിന് മുന്നിൽ ഹാജരായി. ആലുവയിലെ ഫ്രാൻസിസ് ക്ലാരിസ്റ്റൻ സഭ ആസ്ഥാനത്താണ് സിസ്റ്റർ ഹാജരായത്. കൂടിക്കാഴ്ചയ്ക്കായി ലൂസി കളപ്പുരയ്ക്കൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, ഇതിനു മുൻപ് സിസ്റ്റർ നമ്മളോട് പ്രതികരിച്ചിരുന്നോ? എന്താണ് പറഞ്ഞത്? രേണുക ഇപ്പോൾ കൂടിക്കാഴ്ച വിശദീകരണം നൽകാൻ വേണ്ടി എത്തിയതിനു ശേഷം കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് കുറച്ചു നിമിഷം, അതായത് ഒരു 10-15 മിനിറ്റുകൾ മാത്രമായിരുന്നു നീണ്ടു നിന്നത്. കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടോ എന്നതാണ് മദർ ജനറൽ സിസ്റ്റർ ലൂസി കളപ്പുരയോട് ചോദിച്ചത്. തനിക്ക് പറയാനുള്ളതെല്ലാം വിശദീകരണ കത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതിനപ്പുറത്തേക്ക് കൂടുതൽ പറയാനില്ല എന്ന് സിസ്റ്ററും ഈ ചോദ്യത്തോട് പ്രതികരിച്ചു. അപ്പോൾ ഇനി വരുന്ന കൗൺസിലിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം കാര്യങ്ങൾ അറിയിക്കാമെന്നാണ് ഇപ്പോൾ സിസ്റ്റർ ലൂസി കളപ്പുരയോട് പറഞ്ഞിരിക്കുന്നത്. വരുന്ന ദിവസങ്ങൾ, അതായത് അടുത്ത ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും കൗൺസിൽ യോഗം കൂടുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഈ കൗൺസിലിൽ മാത്രമാണ് സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ സഭാ നേതൃത്വത്തിന് നൽകിയ വിശദീകരണം തൃപ്തികരമാണോ അല്ലയോ എന്ന് ബോധ്യപ്പെട്ടതായി ഏത് രീതിയിൽ അവർ കൈകാര്യം ചെയ്യുന്നു എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ 14ഓളം കുറ്റങ്ങൾ നിരത്തിക്കൊണ്ടുള്ള വലിയൊരു വിശദീകരണ കുറിപ്പായിരുന്നു സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് നൽകിയത്. അവർ അതിന് ഓരോന്നിനും അവർക്ക് അവരുടേതായ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് വിശദീകരണം നൽകിയിരുന്നു. ഇത് 3 വട്ടം ആവർത്തിച്ചു. ഇത്തരം മുന്നറിയിപ്പുകൾ ആവർത്തിച്ചു. ഇതിനുശേഷമാണ് നേരിട്ട് ഹാജരാകാൻ കാനൂനിക നിയമങ്ങൾ പ്രകാരമുള്ള നടപടികളിലേക്ക് കടക്കും മുമ്പ് ഇത്തരം നേരിട്ട് കാര്യങ്ങളെത്തി വിശദീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. സ്വാഭാവികമായും ഇന്ന് അത്തരം വലിയ രീതിയിലുള്ള ഒരു വിശദീകരണത്തിന് അവസരമൊരുക്കും ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റൻ സഭ അവസരമൊരുക്കുമെന്നാണ് കരുതുന്നത്. പക്ഷെ അതുണ്ടായിരുന്നില്ല. പകരം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു. ഇതിൽ തനിക്ക് പ്രത്യേകിച്ച് ആ കത്തിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടിക്കാഴ്ച അവസാനിക്കുകയായിരുന്നു. ഏതായാലും സിസ്റ്റർ ലൂസി മഠത്തിനകത്തേക്ക്, സ്ഥാപനത്തിനകത്തേക്ക് കയറും മുമ്പ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടു. പോലീസുകാരോടൊപ്പം തന്നെ അനുഗമിക്കാൻ വനിതാ SI അടക്കമുള്ളവരുണ്ടായിരുന്നു. അനുഗമിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അവർ ഒപ്പവും ഉണ്ടായിരുന്നു. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.